എല്ലാവർക്കും നമസ്കാരം കേട്ടാ. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ചാവക്കാട് പുത്തങ്കടപ്പുറം GF UP സ്കൂളിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരു പ്രൊജക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ പ്രീ പ്രൈമറി കുട്ടികൾക്കായിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഒട്ടനവധി ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫൈനൽ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. വാളുകളിലൊക്കെ പെയിന്റിങ്ങും അതുപോലെ തന്നെ ചെറിയ ചെറിയ മോൾഡിങ് വർക്കുകളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി വന്നതിന് വേറെ ഒന്നല്ല, സ്വസ്ഥമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ചെറിയ 3 ഫിഗറുകളാണ് ഇപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ഈ ഒരു ഡോൾഫിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു കടലാമന ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് കുറച്ച് ഫിഷുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കടലിൽ വരുന്ന ഫിഷുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മോൾഡ് ചെയ്യുന്ന രീതികളും മോൾഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ ഒരുക്കുന്ന നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം അവിടെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തെ വരയൊന്ന് കാണണ്ടേ, അവരുടെ അകത്തൊക്കെ ഒരു ഒട്ടനവധി വരച്ചിട്ടുണ്ട്. നമുക്ക് ആ വരകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അവ അടിപൊളിയായിട്ട് വരക്ക് വരാന്നുണ്ടെങ്കിൽ 1.5 വരയായിട്ട് വരക്കും. നല്ല അടിപൊളി ഡീറ്റെയിൽഡ് ഈ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ അദ്ദേഹം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. നോക്കിയാട്ടെ, അടിപൊളി സംഭവമല്ലേ? നല്ലൊരു പാലക്കാടൻ ഗ്രാമോട്ടി വരച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം നോക്കിയാട്ടെ, നമ്മുടെ ഒരു പാടത്തിൻ്റെ നല്ല മൂത്ത് വിളഞ്ഞു നിൽക്കുന്ന ആ വയലിൻ്റെ ഒരു പശ്ചാത്തലം കണ്ട അടിപൊളിയല്ലേ? അതേപോലെ തന്നെ അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയൊരു കൈത്തോട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഒരു കൈത്തോട് പാടത്തിൻ്റെ വരമ്പുകളിലൂടെ പോകുന്ന, പാടത്തിലേക്ക് വെള്ളം നിറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൈത്തോടാണ് ഈ കാണുന്നത്. അടിപൊളി സംഭവമല്ലേ? നല്ല ഡീറ്റെയിൽഡ് ആണ്. അതേപോലെ തന്നെ പാടത്തിൻ്റെ വരമ്പ്, നമ്മൾ വരമ്പ് എന്ന് പറയും. പണ്ടത്തെ നടവഴിയാണ് ഈ കാണുന്നത്. നല്ല രസകരമായിട്ടാണ് നടവഴിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു തെങ്ങ് കിട്ടുന്ന സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ബാക്കിലൊക്കെ നല്ല പാലക്കാടൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പാലക്കാട് എന്ന് പറയുമ്പോൾ വേറെ നല്ലതല്ലേ? ഇപ്പോൾ പാടങ്ങൾ പാലക്കാടൊക്കെ നമ്മൾ കേരളത്തിൽ കാണുന്നത്. കുട്ടനാടുണ്ട്, അതിൻ്റെ അല്ല. പാലക്കാട് എന്ന് പറയുമ്പോൾ പൊതുവായ ഒരു പശ്ചാത്തലമല്ല. വിത്ത് വിതച്ചിട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഈ ഒരുക്കിയിരിക്കുന്നത്. അവിടെ വിത്ത് വിതച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വിത്ത് വിതച്ചതും അതുപോലെ തന്നെ വിളഞ്ഞു നിൽക്കുന്ന നെൽവയലുകളും അതുപോലെ തന്നെ അതിന് മനോഹരമാക്കുന്ന ആ ഒരു കൈത്തോടുകൾ, പിന്നെ അതുപോലെ തന്നെ നടവരമ്പുകൾ, നല്ല തെങ്ങുകൾ, കുട്ടികളൊക്കെ ആ മുഖത്ത് നോക്കിയിട്ട് കുട്ടികളുടെ ആ ഒരു കളി, അതുപോലെ തന്നെ ആ പട്ടത്തിലേക്കുള്ള ഒരു നോട്ടം കണ്ട. ആ പട്ടം അവിടെ പറപ്പിക്കുന്നുണ്ട് അവർ. പട്ടത്തിൻ്റെ വര കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ടം കണ്ടില്ല, നോട്ടം ആ കുട്ടിത്തം ശരിക്കും ഒരു മൂത്ത് ഫീൽ ചെയ്യുന്നുണ്ട് രാജേഷ്. അടിപൊളിയായിട്ടുണ്ട് സംഭവം, സൂപ്പറായിട്ടുണ്ട്. ഇനി അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട്. ഒരു നമ്മുടെ വൈക്കോൽ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ നെല്ലിൻ്റെ ഒരു കതിരുകൾ ഉപയോഗിച്ചുകൊണ്ട്, വൈക്കോൽ ഉപയോഗിച്ചുകൊണ്ട് അടിപൊളി വീട് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് പോയോ അടിപൊളിയല്ലേ? വൈക്കോൽ കൊണ്ട് മേഞ്ഞക്കളായ ഒരു വീട്, കുടിൽ. അത് രസമായിരിക്കുള്ളൂ, നല്ല സുഖമായിരിക്കുള്ളൂ അതിനകത്ത് കിടന്നുറങ്ങാൻ. അതുപോലെ തന്നെ നോക്കിയാട്ടെ, അടിപൊളിയാണ്, ഡീറ്റെയിൽഡാണ്. വരുമ്പോഴാണ് അടിപൊളിയുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാജേഷ് നമുക്ക് അകത്തേക്കൊന്ന് പോയാലോ? അകത്ത് പോയിട്ട് രാജേഷിൻ്റെ കുറുമ്പുണ്ട്. കുറുമ്പെന്ന് പറയുന്നത് ഞങ്ങളൊരു ഭാഷയുണ്ട്. അതായത് കുരുത്തക്കേട് എന്നൊക്കെ പറയും. പുള്ളിയുടെ ഒരു കലാവിരുദ്ധകൾ കുറച്ച് അവിടെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. വാ പോരാം, കത്ത് പോയല്ലേ? പോരും. അപ്പോൾ നേരം ഇനി അകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം നമ്മുടെ കലാപരിപാടി കാണാം കേട്ടോ. അതൊരു സംഭവം ഉണ്ടോ? അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഈ ഒരു മോൾഡിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ രാജേഷാണ്. അടിപൊളി സംഭവം ചെയ്യുന്നത്. ഇപ്പോൾ രാത്രിയിലാണ് 11 മണി കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൊക്കെ ഉറങ്ങി ആദ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഈ ഒരു വർക്ക് തീർക്കാണ്ടിരിക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കുള്ള സമയമാണ്. അപ്പോൾ എന്തായാലും ഈ വർക്കുകളൊക്കെ തീർക്കാം. ഡോൾഫിനൊക്കെ അടിപൊളി സ്കെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തൊന്ന് കാണാം. എന്തായാലും നല്ലൊരു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായിട്ട് പേരിൽ നമ്മൾ ഇത് കാണിക്കുന്നതാണ് കേട്ടോ. ഭയങ്കര താല്പര്യമുള്ള വിഷയമുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കിടന്നിട്ടുണ്ടെങ്കിലേ റൂമിൻ്റെ അകത്തായിട്ട് വീട് ഭയങ്കര എക്കോ ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പിക്ചറുകളൊക്കെ ഒന്ന് കാണാം. അടിപൊളിയാണ്, നല്ല സൂപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം വരുന്നത് ഈ പ്രീ പ്രൈമറി കുട്ടികളുടെ അപ്പൊ ഇത് വരയിടം ഒരു ഭാഗമുണ്ട്, ഒരു പോർഷനാണ്. അപ്പൊ കുട്ടികളുടെ മുഖത്തൊക്കെ ഇല്ലേ കണ്ണാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് ആ കുട്ടിത്വം, അതായത് വരച്ചാൽ കുട്ടിക്കൊണ്ട് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധേയമായ വർക്കുകൾ ഇത് ഇത് ഹാൻഡ് ചെയ്യല്ലേ? ഹാൻഡ് ചെയ്യും. ഓക്കെ, മണി പ്ലാന്റിന്റെ കണ്ടിന്യൂഷൻ ചെയ്യാറുണ്ട്. ഇതിനകത്ത് വേറെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവറായിട്ടൊന്നും വരക്കാൻ പറ്റില്ല. ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ചില ഭാഗങ്ങളെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഓവറായിട്ട് വരക്കുക എന്നുള്ളത് ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമല്ല. അതുപോലെ തന്നെ അടിപൊളി ചേമ്പലിങ്ങനെ വീടുണ്ട്. അതിന് അടിപൊളി തള്ളാച്ചിരിക്കണ സൂപ്പർ തള്ളാച്ചിയാണ്. അപ്പൊ ഇത് ചെയ്തിരിക്കുന്നത് തവള ഫ്രണ്ടിലല്ലേ, ബാക്കിൽ ചേമ്പല കൂണ് അല്ലേ? നന്നായിട്ടുണ്ട്.
ഇനി വേറെ സംഭവങ്ങളുണ്ട്, കുട്ടികൾക്ക് ഒരു മൃഗശാല സിംഹത്തിനൊക്കെ കണ്ണുകളിലൊക്കെ തീഷ്ണത്തിനുണ്ട്. അതിന് സിംഹത്തിന്റെ കണ്ണുകളായാലും കണ്ണുകളുടെ കണ്ണ് സിംഹത്തിന്റെ കണ്ണൊക്കെ തീഷ്ണ ഭാഗമുണ്ട്. അല്ല മായുടെ ഒരു ഷേപ്പൊക്കെ അടിപൊളി ഷേപ്പുണ്ട്. തവളാച്ചി അതുപോലെ തന്നെ ഈ മങ്കിയുണ്ട്. അവരുടെ കളിക്കുന്ന ഒരു സംഭവം അല്ലെ, കണ്ണുകളിൽ കാണിക്കുന്നുണ്ട്, കളിക്കുന്ന രീതി അണ്ണാർക്കണ്ണ മുതലക്കൊണ്ടെല്ലാം സൂപ്പറാണ്, അടിപൊളിയാണ്. പിന്നെ അപ്പോൾ വരക്കാവുന്നുണ്ട് പെൻസില്, ഇതിന് പെൻസില് ചിത്രീകരിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഞാൻ അവിടെ വരക്കാനുള്ളതാണ്. നമുക്ക് എന്തായിരുന്നാലും ഫൈനലി നമുക്ക് ഇതൊന്ന് കാണാം, നന്നായിട്ട് കാണാം. അപ്പൊ ഞാനൊരു കഴിഞ്ഞിട്ടില്ല, ഞാൻ രാജേഷിനെ ഏൽപ്പിച്ച് പോയിട്ട് കുറെ ദിവസമായിട്ടാണ് അല്ലേ, 5 ദിവസം കൊണ്ട് ഇത്രയും പിക്ചർ കവർ ചെയ്തിട്ടുള്ളൂ. എന്തായാലും പകല് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പൊ 5 ദിവസം എടുത്തുകൊണ്ടാണ് ഇവർ ഈ ഒരു പിക്ചർ മൊത്തം കവർ ചെയ്തിട്ടുള്ളത്. ഇനി വരക്കാനുള്ളത് നമ്മൾ ചേട്ടൻ കൂടിയാണ്, രണ്ടാം വരക്കുന്നത്. നല്ലൊരു ആർട്ടിസ്റ്റാണ്. പിന്നെ അപ്പൊ ഞാൻ തന്നിട്ടില്ലേ, വേറെ ഒന്നായിട്ടല്ല. ഞാൻ കുറച്ച് ദിവസമായാലും വന്നിട്ട് ഞാൻ ഏൽപ്പിച്ചിട്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായില്ലായിരുന്നു, തിരക്കുള്ളതിന്റെ പേരിലാണ്. അപ്പൊ രാജേഷ് നമുക്ക് കറക്റ്റായിട്ട് വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അതിന്റെ പേരിലാണ് നമുക്ക് മൈൻഡ് ചെയ്യാത്തത്. അപ്പൊ ഇത് ചെയ്തിട്ടുള്ളത് ജയചേട്ടനാണ്. നന്നായിട്ടുണ്ട്, സൂപ്പർ ഇതൊക്കെ ജയചേട്ടന്റെ കലാവിരുദ്ധകളാണ്, അത് രാജേഷിന്റെ കലാവിരുദ്ധങ്ങളാണ്. ചിത്രങ്ങളെ സ്നേഹിക്കുന്ന കൊച്ചു കലാകാരന്മാർക്കായിട്ട് പറയേണ്ട, നമ്മൾ ഇതേപോലെ പെയിൻറ്റുകളൊക്കെ ചെയ്യുന്നത് എമൽഷനിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ എമൽഷൻ ആയിരിക്കുള്ളൂ ഇങ്ങനത്തെ വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ വാളിൽ അതുപോലെ തന്നെ വലിയ വലിയ വർക്കുകൾക്കൊക്കെ എമൽഷനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് കവറേജ് ഏരിയ കൂടുതൽ കിട്ടുന്നതിൻ്റെ പേരിലാണ് എമൽഷൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഓയിൽ പെയിൻറ്റും മറ്റു സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ലാസ്റ്റ് ചെയ്യും. എമൽഷൻ അങ്ങനെ ലാസ്റ്റ് ചെയ്യില്ല, അതിൻ്റെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എമൽഷന്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഒരു ചിത്രം ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ണുകളെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പിടിക്കേണ്ടത്. ആ കണ്ണുകളിൽ അതിൻ്റെ ഒരേ ഭാവങ്ങളും കണ്ണുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അതായത് പുലിനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ണുകളിൽ ക്രൂരഭാവമായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ആനയുടെ ഒരു കണ്ണിൻ്റെ ഒക്കെ ശ്രദ്ധിച്ചാണ്ട്, കാരണം ഓരോന്നിനും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ചിത്രങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ആ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ചാൽ മതിയെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ കണ്ണുകൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഫൈനൽ ടച്ച് വരുന്നത്. ഓക്കെ ട്ടാ. അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി പിള്ളേരുണ്ട് കേട്ടോ, നന്നായിട്ട് വരക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു അവസരം കിട്ടാത്തതാണ് അവരുടെയൊക്കെ ഒരു വിഷയങ്ങൾ. അവരൊക്കെ ഏതെങ്കിലും ഡ്രോയിങ് ബുക്കിലോ ഏതെങ്കിലും പുസ്തകത്തെ ആളുകളിലേക്ക് ഒതുങ്ങി പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇതേപോലുള്ള വേദികളൊക്കെ നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാം കേട്ടോ. നല്ല നല്ല ആർട്ടിസ്റ്റുകളായിട്ട് നമുക്ക് അവർക്ക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ബന്ധപ്പെടുത്തി കൊടുക്കാം. അതേപോലെ തന്നെ അവരുടെ രീതികൾ, പ്രൊഫഷണൽ വർക്കേഴ്സിൻ്റെ രീതികൾക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ പഠിച്ചതല്ല കേട്ടോ യാഥാർത്ഥ്യത്തിൽ നടപ്പിലാക്കുന്നത്. അവിടെ വേറൊരു രീതിയാണ്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫഷണലായതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതമാർഗ്ഗമായതിൽ തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾക്കൊക്കെ പ്രത്യേക ലിമിറ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ രീതികളൊക്കെ വ്യത്യസ്തമായിരിക്കുള്ളൂ. അപ്പോൾ പുതിയ പുതിയ അനുഭവങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾക്കൊക്കെ നമുക്ക് സാധ്യമാവുന്നതാണ്. നമ്മുടെ ഒട്ടനവധി ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ പരിചയത്തിലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഡ്രോയിങ്ങുകൾ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുക. വാട്സാപ്പ് നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ പരമാവധി നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. നമുക്ക് നേരെ നമ്മുടെ ബിൽഡിംഗ് കൂടി കാണാം. ഓക്കെ ട്ടാ. അപ്പൊ നമ്മുടെ പണി തുടങ്ങാൻ വേണ്ടി പോകണ്ട. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഡോൾഫിൻ അതേപോലെ തന്നെ ആമ പിന്നെ കുറച്ച് ഫിഷുകൾ, അതാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ഇത് നമ്മൾ അടുത്ത പ്രാവശ്യം ഇട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും ഈ വീഡിയോ അടുത്ത പ്രാവശ്യം കാണണം കേട്ടോ. ഇന്ന് കാണുക മാത്രമല്ല ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതേപോലെ തേച്ചക്കണ ഭിത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് റഫ് ചെയ്യണം. അതായത് ഇപ്പോൾ പ്രൈമർ അടിച്ചിരുന്ന പ്രൈമർ റിമൂവറാണ്, സിമെന്റ് പിടിക്കില്ല അടന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ നന്നായിട്ട് റഫ് ചെയ്യാം. പിന്നെ നമ്മൾ ചെറിയ ആണി വെച്ചുകൊണ്ട് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് നല്ല പഞ്ച് ചെയ്ത് ടൈറ്റ് ആക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇനി വേറെ വർത്താനൊന്നുമില്ല, നേരെ വർക്കിലേക്ക് അടക്കാൻ ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ. ഓക്കെ, കണ്ടില്ല എന്ന് പറയുന്നുണ്ടാ, ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്.
സിമെന്റ്